പ്രണയസഖി ഭാഗം 1. താലി കെട്ടിക്കോളൂ. പൂജാരി പറഞ്ഞതിനനുസരിച്ച് അവൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. അവൾ തല കുനിച്ചു തന്നെ നിന്നു. തലയുയർത്തി നോക്കിയാൽ താൻ കരയുകയാണെന്ന് എല്ലാവരും മനസ്സിലാക്കും. അധികം ആളുകളില്ലെങ്കിലും ചുറ്റും കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്. ഇനി കുങ്കുമം അണിയിച്ചു കൊടുക്കുക. അവൻ്റെ കൈകൾ അത് കേട്ടയുടനെ തന്നെ അവളുടെ നെറ്റിയിൽ അമർന്നു. നെറ്റിയിൽ തട്ടിയ നേരിയ തണുപ്പിൽ അവൾ മുഖം ഉയർത്തി അവനെ ഒന്ന് നോക്കി. കലങ്ങിയ കണ്ണുകളുമായി മുഖം ഉയർത്തി നോക്കിയ അവൾ കാണുന്നത് വിജയച്ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവനെയാണ്. അമ്പലത്തിലെ ചടങ്ങ് കഴിഞ്ഞ് അവൻ അവളെ കൂട്ടി കാറിൽ കയറി. ഓഡിറ്റോറിയത്തിൽ ചെറിയ രീതിയിൽ ഒരു സദ്യ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, വർണ്ണ ദിവാകരൻ എന്ന നിന്റെ കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടി നിന്നെ വർണ്ണ ശിവദേവാക്കുമെന്ന്. അത് പറഞ്ഞ് ശിവ അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എന്നാൽ അവൾ അവനെ നോക്കിയിരുന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. ഓഡിറ്റോറിയത്തിലെത്തി അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വീട്ടിലേക്ക് പോകാൻ നേരം അവളുടെ മുത്തശ്ശി അവരുടെ അടുത്തേക്ക് വന്നു. എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണേ, ഒരു പാവാണ്. ഒത്തിരി സങ്കടം ഈ കാലം കൊണ്ട് തന്നെ എൻ്റെ കുട്ടി അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും സങ്കടപ്പെടുത്താതെ നോക്കിയേക്കണം. അവനൊന്നും മിണ്ടിയില്ല. മിണ്ടിയാൽ അത് ചിലപ്പോൾ അടുത്ത പ്രശ്നത്തിലാവും അവസാനിക്കുക. അവളോടും മുത്തശ്ശി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എൻ്റെ കുട്ടി എവിടെ ആയിരുന്നാലും സന്തോഷമായിട്ടിരുന്നാൽ മതി. ഈ ദുഃഖമൊക്കെ മാറി എൻ്റെ കുഞ്ഞിനൊരു നല്ല കാലം വരും. അവൾ അവരെ കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു. ദൂരെ മാറി നിന്ന് അവളുടെ വലിയച്ഛനും ഭാര്യയും അവരുടെ മകളും മകനും അവരെ നോക്കുന്നുണ്ടായിരുന്നു. അവരാരും അവളുടെ അടുത്തേക്ക് വരാൻ പോലും കൂട്ടാക്കിയില്ല. അവൾ അവരെ ഒന്ന് നോക്കി. അവളുടെ ആ നോട്ടം കണ്ടതും അവരെല്ലാവരും തല താഴ്ത്തി കളയുകയാണ് ചെയ്തത്. അവസാനം അവൻ അവളുമായി കാറിൽ കയറി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്കറിയില്ല. അവൻ്റെ വീട് എവിടെയാണെന്നോ നാടെവിടെയാണെന്നോ ജോലി എന്താണെന്നോ ഒന്നും അറിയില്ല. ശിവദേവ് എന്നാണ് പേര്, അത് മാത്രം അറിയാം. യാത്രയ്ക്കൊടുവിൽ ഒരു ഇരുനില വീടിൻ്റെ മുന്നിൽ വണ്ടി വന്നു നിന്നു. കൈലാസം എന്ന് ഗേറ്റിൽ എഴുതിയിരിക്കുന്നത് അവൾ കണ്ടു. കാറ് വന്നു നിന്നതും അവൻ പുറത്തേക്കിറങ്ങി. കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അവൻ തന്നെ അകത്തേക്ക് കയറിപ്പോയി. അവളെ വിളിക്കാനോ അകത്തേക്ക് കയറാൻ പറയാനോ ഒന്നിനും അവൻ നിന്നില്ല. അവൻ അവൻ്റെ കാര്യം നോക്കി. അവൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു. അവിടെ ഇരിക്കണോ അതോ അകത്തേക്ക് കയറണോ എന്നൊന്നും അവൾക്ക് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞതും ദാ അകത്തേക്ക് പോയ ആള് പുറത്തേക്കിറങ്ങി വരുന്നു. ഡി, നിന്നോട് ഇനി അകത്തേക്ക് കയറാൻ പ്രത്യേകം പറയണോ ഞാൻ? കയറി വാടി. അവളോട് ദേഷ്യത്തോടെ പറഞ്ഞ് അവൻ വീണ്ടും അകത്തേക്ക് പോയി. അവൾക്ക് സങ്കടം വന്നു. പക്ഷേ കരയാൻ ഇനി കണ്ണുനീരില്ലാത്ത വിധം അവളുടെ കണ്ണുകൾ വറ്റിപ്പോയിരുന്നു. കാറിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് അവൾ അകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ വന്ന് വിളിച്ചതും ആളും ആരവവും ഇല്ലാതെ, നിലവിളക്കും ആർഭാടവുമില്ലാതെ അവൾ കൈലാസത്തിൻ്റെ പടി കയറി. കട്ടിലിൽ കിടക്കുന്ന നഗ്നയായൊരു സ്ത്രീരൂപം. അവളുടെ കൈകൾ അവളുടെ സ്വന്തം ശരീരത്തിൽ അങ്ങിങ്ങായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. വികാരത്തോടെ അവൾ ഇടയ്ക്കിടയ്ക്ക് മൂളിക്കൊണ്ടിരുന്നു. അവൾ സ്വയം കീഴ്ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തി കണ്ണുകൾ അടച്ച് ഏതോ നിർവൃതിയിൽ എന്ന പോലെ കിടക്കുകയാണ്. ഒപ്പം കൈകൾ ദേഹം മുഴുവൻ ചലിക്കുന്നുമുണ്ട്. കാമകേളികൾ അതിൻ്റെ മൂർധനാവസ്ഥയിലെത്തിയപ്പോൾ അവളുടെ ശരീരം മൊത്തത്തിൽ ഒന്ന് വിറച്ചു. ഒടുക്കം അവൾ കട്ടിലിലേക്ക് തന്നെ തളർന്നു വീണു. അപ്പോഴും അവളുടെ നാവ് ശിവ എന്ന പേര് ഒരു മന്ത്രണം പോലെ ഉച്ചരിച്ചുകൊണ്ടിരുന്നു. അല്പനേരം അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. കണ്ണു തുറന്ന് അവൾ സ്വയം ഒന്ന് പുഞ്ചിരിച്ചു. നീ എൻ്റെതാണ് ശിവദേവ്. നിന്നിൽ എനിക്കല്ലാതെ മറ്റാർക്കും അവകാശമില്ല. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ എന്തോ നേടിയെടുക്കുന്നതിനുള്ള പകയായിരുന്നു. വികാരങ്ങളൊക്കെ കെട്ടടങ്ങി ശരീരമാകെ തളർന്നു പോയതിനാൽ അവൾ ആ കിടപ്പിൽ കിടന്നുറങ്ങിപ്പോയിരുന്നു. പടികൾ ചവിട്ടി അവൾ വരാന്തയിലേക്ക് കയറി. വാതിലടച്ചിട്ടുണ്ടായിരുന്നില്ല, തുറന്നു കിടക്കുകയാണ്. അവൾ അകത്തേക്ക് കയറി ചെന്നു. കയറി ചെല്ലുന്നത് തന്നെ ഒരു വലിയ ഹാളിലേക്കാണ്. എന്നാൽ അവിടെയെങ്ങും അവനെ കണ്ടില്ല. അവൾ ഹാളിൽ ചുറ്റും നോക്കി കണ്ടിട്ട് ആൾതാമസമുള്ള വീടായി തോന്നുന്നില്ല. വീട് നിറയെ പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നു. അതുപോലെ തന്നെ ഹാളിൽ ഒരു സോഫയല്ലാതെ മറ്റൊന്നുമില്ല. അവൾ ആ സോഫയിലേക്കിരുന്നു. അല്പനേരം ഇരുന്നപ്പോൾ തന്നെ അവളുടെ ഉള്ളിലേക്ക് കഴിഞ്ഞുപോയ തൻ്റെ ജീവിതം മുഴുവൻ ഒരു തിരശീല എന്നതുപോലെ മിന്നിമാഞ്ഞു. അച്ഛൻ, അമ്മ, മുത്തശ്ശി, എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമാണ്. എല്ലാം നശിഞ്ഞു. അവളുടെ കണ്ണുകളിൽ മിഴിനീര് പൊടിയാൻ അധികം താമസം വേണ്ടി വന്നില്ല. ശരീരമാകെ കുഴഞ്ഞു പോകുന്നത് പോലെ. ഈ വസ്ത്രം ഒന്ന് മാറി വേറെ ഉടുക്കണമെങ്കിൽ പോലും പകരത്തിനൊന്നില്ല. അവിടെ നിന്നുള്ള ഒരു സാധനം പോലും എടുക്കാതെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൻ കിട്ടിയ താലിമാലയല്ലാതെ മറ്റൊന്നും തൻ്റെ ശരീരത്തിൽ ആഭരണമെന്ന് പറയാനില്ല. താലിമാല ഒഴിച്ചാൽ ആകെയുള്ളത് പണ്ടെങ്ങോ കാതുകുത്തിയ സമയത്ത് അച്ഛൻ വാങ്ങിത്തന്ന ഒറ്റക്കല്ലിൻ്റെ കമ്മല് മാത്രമാണ്. മൂക്കുത്തി പോലും കൊണ്ടുവന്നിട്ടില്ല എന്നല്ല, കല്യാണത്തിന് മൂക്കൂത്തിയടക്കം ഒരാഭരണം പോലും ഉപയോഗിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. ഓരോന്നും ഓർക്കും തോറും അവളുടെ കണ്ണുകൾ വീണ്ടും നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവൾ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചു. ശേഷം അവിടെയൊക്കെ നോക്കി.
ഹാളിലിരുന്ന് നോക്കുമ്പോൾ 2 മുറികൾ കാണാം. അതിൽ ഒരെണ്ണം അടച്ചിട്ടിരിക്കുകയാണ്. അതിനപ്പുറത്തായിട്ടുള്ള മുറി തുറന്നു കിടപ്പുണ്ട്. അപ്പുറത്തായി ഒരു ചെറിയ ഡൈനിങ് ടേബിളും അതിനോട് ചേർന്ന് ഒരടുക്കളയുമുണ്ട്. ഹാളിലൂടെ തന്നെ മുകളിലേക്കുള്ള പടികളുമുണ്ട്. അവൻ എന്തായാലും അടഞ്ഞുകിടക്കുന്ന റൂമിനുള്ളിലാകും എന്നവൾ ചിന്തിച്ചു. അവൾക്ക് ആ വലിയ വീട്ടിൽ വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ഇയാൾക്ക് ബന്ധുക്കളൊന്നും ഇല്ലേ ആവോ? ഇവിടെയെങ്ങും ആരെയും കാണാനും ഇല്ലല്ലോ. ഈ വീട്ടിലാണെങ്കിൽ ആൾതാമസം ഉള്ളതായിട്ടും തോന്നുന്നില്ല. അവനെക്കുറിച്ച് ചിന്തിച്ചതും അവളുടെ ഉള്ളിൽ പല സംശയങ്ങളും മിന്നിമാഞ്ഞു. സമയം കടന്നുപോയി. ഇത്ര നേരമായിട്ടും അവൻ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയിട്ടില്ല. അവളാണെങ്കിൽ സോഫയിൽ നിന്ന് എഴുന്നേറ്റിട്ടുമില്ല. അവൾക്ക് ഒന്ന് സമയം നോക്കണമെങ്കിൽ പോലും കയ്യിൽ വാച്ചോ ഫോണോ ഇല്ല. ആ വീട് മുഴുവൻ നോക്കിയിട്ട് അവിടെ ഒരു ക്ലോക്ക് പോലും അവൾ കണ്ടില്ല. പുറത്തെ വെയിലിൻ്റെ ആക്കം കുറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി നേരം സന്ധ്യ ആയിട്ടുണ്ടെന്ന്. അവൾ തല സോഫയിലേക്ക് ചാരി വെച്ചു. അങ്ങനെ ഇരുന്ന് അവൾ മയങ്ങിപ്പോയി. മുഖത്തേക്ക് ശക്തമായിട്ട് എന്തോ വന്ന് പതിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണു വലിച്ചു തുറന്നു. നോക്കുമ്പോൾ കൺമുന്നിൽ കയ്യിലൊരു ഗ്ലാസുമായി നിൽക്കുന്ന ശിവയെയാണ് അവൾ കാണുന്നത്. നീ ഇവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അവൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് വേഗം തന്നെ സാരിയുടെ മുന്താണി കൊണ്ട് മുഖം ഒന്ന് അമർത്തി തുടച്ചു. അത് പിന്നെ ഇങ്ങോട്ടൊന്നും പറയണമെന്നില്ല. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ഇവിടെ ഞാൻ പറയും, നീ അനുസരിക്കും. ഇനി മുതൽ അങ്ങനെയാണ്. അവൻ ഇങ്ങോട്ട് പറയുന്നതിനൊക്കെ അവൾക്ക് എന്ത് തിരിച്ചു പറയണം എന്നറിയില്ലായിരുന്നു. എന്താടി, നിന്റെ വായിൽ നാവില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ഞാൻ നിന്നെ താലി കെട്ടി എൻ്റെ ഭാര്യയാക്കി. അത് ഞാൻ സമ്മതിച്ചു. എന്ന് വെച്ച് ആ അധികാരം എടുക്കാൻ എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത്, കേട്ടല്ലോ? പിന്നെ ഈ വിവാഹം നടക്കാനുണ്ടായ സാഹചര്യമൊക്കെ മോൾക്ക് അറിയാലോ. അതുകൊണ്ട് നാട്ടുകാർക്ക് നമ്മൾ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിരിക്കും. ഇവിടെ നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അവൻ പറയുന്നതൊക്കെ അവൾ കേട്ടുനിന്നു. അവളുടെ തല താഴ്ന്നു പോയി. നിനക്ക് ആ മുറി ഉപയോഗിക്കാം. നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അത് പറഞ്ഞ് അവൻ ഹാളിലെ മറ്റേ മുറിയിലേക്ക് വിരൽ ചൂണ്ടി. പിന്നെ നിന്റെ വീട്ടിൽ 4 നേരം ഭക്ഷണം കഴിച്ച് പട്ടുമെത്തയിൽ കിടന്ന് സുഖിച്ചതുകൊണ്ട് ഇവിടെ അങ്ങനെ സുഖിക്കാമെന്നൊന്നും മോള് വിചാരിക്കണ്ട. ഇനി മുതൽ ഈ വീട്ടിലെ സകല ജോലിയും നീ ചെയ്തിരിക്കണം. അവൾ അതിനും അറിയാതെ തന്നെ തലയാട്ടി. അവൾ തലയാട്ടുന്നത് കണ്ടതും അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. അവൾ സോഫയിലേക്ക് തന്നെ ഇരുന്നു പോയി. അവനോട് തിരിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നവൾക്കറിയാം. കാരണം അവൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതവൻ ചെയ്തിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെ അവൻ വിവാഹം കഴിച്ച് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് തന്നെയാണല്ലോ. ഓരോന്നൊക്കെ ആലോചിച്ച് വീണ്ടും അവിടെ തന്നെ അവൾ ഇരിപ്പുറപ്പിച്ചു. അപ്പോഴാണ് അവൾക്ക് അവൻ കാണിച്ചു കൊടുത്ത റൂമിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അവൾ റൂമിലേക്ക് കയറി. ആ മുറിയിൽ ഒരു കട്ടിലും ഒരു മേശയും കിടപ്പുണ്ട്. മേശയുടെ അരികിലായി തന്നെ ഒരു കസേരയും. കൂടാതെ മതിലിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഒരു വാർഡ്രോബ് ഉണ്ടായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അവൾ ആ മുറി മൊത്തത്തിലായിട്ടൊന്ന് നോക്കി. ഹാളിലെ പോലെയല്ല. ഈ മുറിയൊക്കെ ആകെ വൃത്തിയാക്കി ബെഡിൽ പുതിയ ഷീറ്റും ജനലയിൽ പുതിയ കർട്ടനും ഒക്കെ വിരിച്ച് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവൾ കർട്ടൻ നീക്കി ആ ജനലൊന്ന് തുറന്നു. ആ ജനൽ തുറക്കുമ്പോൾ വീടിൻ്റെ മുറ്റത്തുള്ള റോഡ് കാണാം. അവൾ ആ ജനൽ തുറന്നിട്ട് കർട്ടൻ നീക്കി. ശേഷം പുറത്തേക്കൊന്ന് നോക്കി. മുറ്റത്തൊക്കെ ടൈൽസ് ഇട്ടിരിക്കുകയാണ്. വീടിന് ചുറ്റും മതിൽ കെട്ടി ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചിട്ടുമുണ്ട്. പുതിയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. അതുകൊണ്ട് തന്നെ വീടിനധികം പഴക്കമില്ലെന്ന് തോന്നുന്നു. ജനാലയിലൂടെ മുറ്റത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം അവൾ അവിടെയുള്ള വാർഡ്രോബ് ഒന്ന് തുറന്നു നോക്കാമെന്ന് കരുതി. പക്ഷേ വാർഡ്രോബിൻ്റെ കീ അവിടെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ ഒരു കീ ടേബിളിൻ്റെ മുകളിലായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അതാകും വാർഡ്രോബിൻ്റെ കീ എന്ന് കരുതി അവൾ അതുകൊണ്ടൊന്ന് തുറന്നു നോക്കി. പക്ഷേ അത് തുറക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ആ കീ എടുത്ത് തിരികെ ടേബിളിൽ തന്നെ വെച്ചുകൊണ്ട് കട്ടിലിലേക്കിരുന്നു. അവൾക്ക് ദേഹമൊക്കെ ഒന്ന് കഴുകി ഈ വസ്ത്രമൊക്കെ മാറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇട്ടുമാറാൻ ഒരു വസ്ത്രം പോലും കയ്യിലില്ല. അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. കൈയും മുഖവും ഒക്കെ ഒന്ന് കഴുകി. നേരത്തെ അവൻ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചതിൻ്റെ ഭാഗമായിട്ട് സാരിയുടെ മുൻഭാഗമെല്ലാം നനഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും മുഖം കഴുകിയപ്പോൾ അതൊന്നുകൂടി ദേഹത്തേക്ക് ഒട്ടിച്ചേർന്നു. അവൾക്ക് ഇട്ടിരിക്കുന്നത് നനഞ്ഞ വസ്ത്രമായതുകൊണ്ട് തന്നെ ആകെ ഈർഷ്യ തോന്നിയെങ്കിലും അത് മാറാനുള്ള അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ അവിടെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവൾക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നി. അവൾ വീടിൻ്റെ വരാന്തയിലേക്ക് ഇറങ്ങിച്ചെന്നു. അധികം വീടുകളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. മുന്നിലൂടെ വഴിയാണെങ്കിലും വഴിയിലെങ്ങും അധികം വീടുകളൊന്നുമില്ല. ഈ വീട്ടിൽ നിന്നും കുറച്ച് മാറി നീങ്ങി 1-2 വീടുകളുണ്ട്. അവൻ എങ്ങോട്ടോ പോയിരിക്കുകയാണ് എന്നവൾക്ക് മനസ്സിലായി. കാരണം കാർ പോർച്ചിലായി കിടന്നിരുന്ന അവൻ്റെ ബൈക്ക് കാണുന്നില്ല. കാർ പോർച്ചിലായിട്ട് തന്നെ ഒരു കാറ് കിടക്കുന്നുമുണ്ട്. അവൾ വരാന്തയിലേക്കിരുന്നു. ഇയാൾക്കെന്നാലും എവിടെ നിന്നായിരിക്കും ഇത്രയും പണം? ഇയാളുടെ ജോലി എന്തായിരിക്കും?
ഇത്ര വലിയ വീടൊക്കെ വെക്കണമെങ്കിൽ നല്ല പൈസ വേണം. പക്ഷേ ഇയാൾക്ക് ഇത്രയും പണമൊക്കെ എവിടെ നിന്ന് കിട്ടിക്കാണും? അവളുടെ ചിന്തകൾ പല വഴിക്ക് നീണ്ടു. അവൻ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. ഇപ്പോഴാണ് ഇവിടെയാണ് അവൻ്റെ വീടെന്ന് പോലും അറിയുന്നത് തന്നെ. പക്ഷേ ഒന്ന് മാത്രം അറിയാം, അവൻ്റെ പേര് ശിവദേവ് മോഹൻ. തുടരും. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സ്റ്റോറി, പ്രണയസഖി. അധികം പാർട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഏകദേശം ഒരു 30 പാർട്സിനുള്ളിൽ കഥ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ഈ കഥയിലെ നായികയും നായകനെയും തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ ലൈൻ എങ്ങനെയായിരിക്കും എന്ന് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ പെർസെപ്ഷനിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ഇതെൻ്റെ ഓൾമോസ്റ്റ് ഫസ്റ്റ് സ്റ്റോറിയാണ്. ഞാൻ ആദ്യമായിട്ട് എഴുതിയ 1-2 സ്റ്റോറീസിൽ പെടുന്നതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും, കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് അതൊക്കെ എന്നോട് പറയാം. ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുക. ഞാനത് അക്സെപ്റ്റ് ചെയ്തോളാം. ആൻഡ് എല്ലാവരും അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറീസ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സ്റ്റോറി കാണുന്നവരുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്റ്റോറി കാണുക. പുതിയ സ്റ്റോറിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സപ്പോർട്ടും ഒക്കെ ആവശ്യപ്പെടുന്നു. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.